യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാൻ ജീവിക്കുന്ന ദൈവം നമ്മളെ എല്ലാവരെയും ഇന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ദൈവവചനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഈ നിമിഷം ദൈവത്തിന് മഹത്വം നൽകാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള തിരുവചനം. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ, എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനനായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരുമായിട്ട് ആണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തു യഹൂദരുടെ നിയമമനുസരിച്ചുള്ള 4 യാമങ്ങളെക്കുറിച്ച് ഈ തിരുവചന ഭാഗത്ത് നമ്മളോട് പറയുകയാണ്. സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ. 1-ാം യാമം എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം. യഹൂദ നിയമപ്രകാരം പ്രാർത്ഥനയ്ക്കും ദൈവസ്തുതികൾക്കും ഭക്ഷണത്തിനുമായി നീക്കിവെച്ചിരിക്കുന്ന സമയം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ സമയം മദ്യപാനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും സീരിയലുകളുടെയും സമയമായി മാറി. കലഹത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും പ്രാർത്ഥന ഈ സമയത്ത് ഒഴിവാക്കപ്പെടുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾ ഊർജം ആർജിക്കുന്ന സമയം. 2-ാം യാമം 9 മണി മുതൽ രാത്രി 12 മണി വരെ. യഹൂദ നിയമപ്രകാരം മൃഗങ്ങളുടെ യാമം എന്ന് പറയപ്പെടുന്നു. യഹൂദന്മാരുടെ കോട്ടവാതിൽ അടയ്ക്കുന്ന സമയം. പുറത്തേക്ക് ഒരു മനുഷ്യനെയും പറഞ്ഞയക്കാത്ത സമയം. കാരണം മൃഗങ്ങൾ പുറത്ത് വിഹരിക്കുന്ന നേരമാണത്. ഇന്ന് മനുഷ്യൻ്റെ മൃഗങ്ങളുടെ സ്വഭാവം ഉണ്ടാകുന്ന സമയമാണ് രാത്രി 9 മണി മുതൽ 12 മണി വരെ സമയം. ഈ സമയത്താണ് സെക്സ് വർക്കേഴ്സ് കൂടുതലായി നിരത്തുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കുടുംബ വഴക്കുകളും ഉണ്ടാകുന്ന സമയം ഇതാണ്. 3-ാം യാമം രാത്രി 12 മണി മുതൽ വെളുപ്പിനെ 3 മണി വരെ. ഈ യാമത്തിന് പിശാചിൻ്റെ സമയം എന്ന് പറയുന്നു. 3-ാം യാമത്തിൻ്റെ അവസാന വേളയിലാണ് യേശുക്രിസ്തു കടലിനു മീതെ, വെള്ളത്തിനു മീതെ നടക്കുന്നത് ശിഷ്യന്മാർ കാണുകയും ഭൂതമെന്ന് അവർ യേശുവിനെ വിളിക്കുകയും ചെയ്യുന്നത്. കാരണം യഹൂദ വിശ്വാസപ്രകാരം മനുഷ്യരാരും പുറത്തിറങ്ങാത്ത സമയമാണ് രാത്രി 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം. ആ സമയം ഭൂതങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ മോഷണവും സാത്താൻ സേവയും ചെയ്യുന്ന സമയം. ഈ സമയത്താണ് നമ്മൾ ഗാഢനിദ്രയിലേക്ക് പോകുന്നതും
സ്വപ്നലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. 4-ാം യാമം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ 3 മണി മുതൽ രാവിലെ 6 മണി വരെ സമയം. യഹൂദ വിശ്വാസപ്രകാരം ദൈവത്തിൻ്റെ യാമം എന്ന് അറിയപ്പെടുന്നു. ദ മോസ്റ്റ് പെർഫെക്റ്റ് ടൈം എന്ന് വിശേഷിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെയും മാലാഖമാരുടെ ഭൂമിയിലേക്കുള്ള യാത്രയുടെയും സമയം എന്നാണ് ഈ യാമം അറിയപ്പെടുന്നത്. 4-ാം യാമത്തിൽ ദൈവത്തിനോട് പ്രാർത്ഥനയിൽ ചേർന്നിരിക്കേണ്ട സമയമാണ്. ദൈവം ദൈവമക്കളോട് അരുളപ്പാടുകൾ നൽകുന്ന സമയമായിട്ട് 4-ാം യാമം അറിയപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും വെളുപ്പിനെ 3 മണിക്കും 6 മണിക്കുമിടയിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടൊപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സമയമാക്കി മാറ്റുക. ദൈവത്തിന് നിങ്ങളോട് എന്തൊക്കെയോ പറയുവാനുണ്ട്, അരുളപ്പാടുകൾ നൽകുവാനുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ജാഗരൂകരായിരിക്കുവിൻ. നിൻ്റെ യജമാനൻ എപ്പോഴാണ് ഈ 4 യാമത്തിൽ ഏത് യാമത്തിലാണ് നിന്നെ തേടി വരുന്നതെന്ന് നിനക്കറിയത്തില്ല. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏത് നിമിഷത്തിലും പിതാവായ ദൈവം നിങ്ങളുമായിട്ട് സംവദിക്കുകയും നിങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടമക്കളാക്കി തിരഞ്ഞെടുക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. ഈ യാമങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ യാമങ്ങളാക്കി മാറ്റട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.